എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കഴിഞ്ഞ എൻ്റെ വീഡിയോകൾ കണ്ട് ഒരുപാട് പേരോട് നല്ല അഭിപ്രായം പറഞ്ഞു. ഒരുപാട് പേര് ഇത് ട്രൈ ചെയ്തെന്നും പറഞ്ഞു. അതിന് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും ഒരുപാട് താങ്ക്സ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ കാണിക്കാൻ പോകുന്ന ഒരു സീ ഫുഡ് റെസിപ്പിയാണ്. ഒരുപാട് നാളായി ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഡൈനമൈറ്റ് ഷ്രിംപ് വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുണ്ടാക്കുവാനായിട്ട് ഞാൻ 16 പ്രോൺസ് എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിലൊരു നാരൊക്കെ ഉണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ക്ലീൻ ചെയ്യുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് വിനെഗറിലും അല്ലെങ്കിൽ തൈരിലോ മഞ്ഞൾപ്പൊടിയിലോ നന്നായി ക്ലീൻ ചെയ്ത ശേഷമേ പ്രോൺസ് കുക്ക് ചെയ്യാവുള്ളൂ. ഇനിയിപ്പം അതിനൊരു കോട്ടിങ് നമുക്ക് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മുട്ടയുടെ എഗ് വൈറ്റ് ആണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് വേണ്ടത് 1 ടീസ്പൂൺ വൈറ്റ് പെപ്പർ ആണ്. ഇതിനധികം എരിവൊന്നും ഇല്ലല്ലോ. നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത്. പിന്നെ കുറച്ച് ഗാർലിക് ഞാൻ പേസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഗാർലിക് പൗഡർ നമുക്ക് കടകളിലൊക്കെ അവൈലബിൾ ആണ്. ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് വേണം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ടാൽ മതി. കാരണം ഈ സോസിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപ്പൊന്നും ഇടണ്ട. നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപ്പിട്ടാൽ മതി. ഇനി അടുത്തതായിട്ട് വേണ്ടത് കോൺഫ്ലവർ ആണ്. 1/2 കപ്പ് കോൺഫ്ലവർ വേണം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഈ എഗ് വൈറ്റിൽ മിക്സ് ചെയ്യുക. അളവുകൾ എപ്പോഴും കൃത്യമായിരിക്കണം. ഇനി സോയ സോസ് ഒഴിച്ചു കൊടുക്കുക. അത് 1 ടീസ്പൂൺ വേണം. ഇനിയും അത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം പ്രോൺസും നന്നായിട്ട് ഈ ബാറ്ററിലൊന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഈ മിക്സ് ഒരു ഏകദേശം 10 to 15 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം നമുക്ക്. ഇതിൻ്റെ സോസൊക്കെ ഒന്ന് ഇതിലേക്ക് നന്നായിട്ട് പിടിക്കണമല്ലോ. അതിനായിട്ട് ഒരു 10 to 15 മിനിറ്റ്സ്. ഇനിയിപ്പോൾ നമ്മൾ ഒരു കോട്ടിങ് കൂടി ഈ കൊഞ്ചിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അത് 1/2 കപ്പ് മൈദയുണ്ട്. അത് ഓൾറെഡി ഞാൻ കോൺഫ്ലോർ ഇട്ടിട്ടുണ്ടല്ലോ. 1/2 കപ്പോളം കോൺഫ്ലോർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനും ഒരു 1/2 കപ്പ് മൈദയും കൂടി മതി. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് സോഡാപ്പൊടി ഇടണം. സോഡാപ്പൊടി ഇടുന്നത് ഇത് കുറച്ച് നമ്മൾ ഈ കോട്ടിങ് കൊടുക്കുമ്പം ഇതൊന്ന് കുറച്ച് പൊങ്ങി നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വരണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ബാറ്റർ ഇതിൽ നമ്മൾ സോഡാപ്പൊടി ഇടുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ആ സോഡാപ്പൊടി എല്ലാം ഇതിനകത്ത് വരണമല്ലോ, മിക്സ് ആവണമല്ലോ. പിന്നെ ഞാൻ കുറച്ച് സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് ഇട്ടാൽ മതി. സോൾട്ട് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത്. കാരണം ഇതിനകത്തെല്ലാം സോൾട്ടിൻ്റെ വരുന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മുട്ട, അതൊരു മുട്ട എഗ് വൈറ്റ് യോക്കും കൂടെ ചേർന്നിട്ടുള്ള ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഞാനിപ്പം 2 രീതിയിൽ കോട്ടിങ് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളിത് വറക്കുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നത്. ഞാൻ ഈ മൈദയും കോൺഫ്ലോറും ഒരുമിച്ച് ചെയ്ത് ഞാൻ വറുത്തിട്ടുണ്ട്. അത് പക്ഷേ PF ചാങ് സ്റ്റൈലിൽ നമ്മൾ എനിക്ക് ആ ഡൈനമൈറ്റ് ഷ്രിംപ് അത്രയും പെർഫെക്റ്റ് ആയില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോഴാണ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത്. നമ്മൾ വറുക്കുമ്പോൾ നല്ല അത് പൊങ്ങി വരും. പിന്നെ നല്ല പുറം ഭാഗം ക്രിസ്പിയും ഭാഗം നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഈ റെസിപ്പി ചെയ്യുമ്പം നല്ല കറക്റ്റ് ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാവുള്ളൂ. ഒരുമിച്ച് കോൺഫ്ലോർ മൈദയും ഇതിൽ കോട്ട് ചെയ്യരുത്. ഇനിയിപ്പോൾ ഞാനിതിപ്പോൾ 2ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ബാറ്ററിലേക്ക് നമ്മൾ 2ാമത് എടുത്ത് വെച്ച മൈദയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനിയിപ്പോൾ അധികം നേരം ഒന്നും വെക്കണ്ട. നമുക്ക് ഉടനെ തന്നെ അത് വറുത്തെടുക്കാവുന്നതാണ്. കാരണം ഓൾറെഡി നമ്മൾ 10 മിനിറ്റോളം ഇത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതിൻ്റെ ആ സോയ സോസും ഗാർലിക്കും ഉപ്പും എല്ലാം സോഡാപ്പൊടിയും എല്ലാം ഇതിനകത്ത് പിടിച്ചിരിക്കും. സോഡാപ്പൊടി ഇട്ടിട്ട് നമ്മൾ അധികം നേരം വെക്കണമെന്നൊന്നുമില്ല. ഇനിയിപ്പം ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം.
ഞാനിപ്പം എടുത്തിരിക്കുന്ന ഓയിലെന്ന് പറയുന്നത് വെജിറ്റബിൾ ഓയിലാണ്. ഇതൊന്ന് ചൂടായൊന്ന് നോക്കാം. ഇപ്പം നല്ല ചൂടായിട്ടുണ്ട്. പക്ഷേ ഒരു മീഡിയം ഫ്ലെയിം കുറച്ചേ വെക്കാവുള്ളൂ. നമ്മളിത് വറുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓരോന്നോരോന്നായിട്ട് ഇടാവുള്ളൂ. ഇത് കട്ട പിടിക്കാൻ പാടില്ല. നമ്മളിടുമ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ ഈ കോൺഫ്ലവർ മൈദയുടെ ഒക്കെ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ആക്കിയേ വറുക്കാനിടാവുള്ളൂ. അത് നമ്മൾ ഒരു 4 to 5 minutes മാക്സിമം അത് മതി ഇതിന് കുക്കാവാനായിട്ട്. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. മാക്സിമം 5 minutesനുള്ളിൽ നിങ്ങൾ തിരിച്ചെടുക്കണം. ഒരുപാട് കരിഞ്ഞു പോകരുത്. അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ അങ്ങ് മാറും. അതും മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്കാക്കാവുള്ളൂ. നിങ്ങളതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ പ്രോൺസ് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 5 minutes ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിനെ ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ലതായിട്ട് എണ്ണയൊക്കെ കളയണം. നിങ്ങൾ ടിഷ്യൂ പേപ്പറിൽ വെച്ച് അതിൻ്റെ എണ്ണയൊക്കെ അബ്സോർബ് ആക്കിയിട്ട് നിങ്ങൾ ഇത് കഴിക്കാവുള്ളൂ കേട്ടോ. നമ്മൾ കുറച്ച് ഹെൽത്ത് വൈസ് നോക്കണമല്ലോ. ബാക്കിയുള്ള പ്രോൺസ് ഞാൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഓവർ കുക്കാകാൻ പാടില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഫ്രൈ ചെയ്യാവുള്ളൂ. ഇനിയിപ്പം നമുക്ക് ഇതിനൊരു സോസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊരു സോസ്, അതൊരു പ്രത്യേക സോസാണ് ഞാൻ റെഡിയാക്കാൻ പോകുന്നത്. അതും നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. സോസാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിന് കുറച്ച് സോസൊക്കെ വേണം. അതിനായിട്ട് ഞാനിപ്പം Sera'S സോസ് എടുത്തിട്ടുണ്ട്. നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണിത്. സോയ സോസ്, ഹോട്ട് ചില്ലി സോസാണ് കേട്ടോ. ഇനി ഇതിപ്പോൾ എല്ലാം ഞാൻ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്, ബൗളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇത് മയോണൈസാണ്. മയോണൈസ് ഞാൻ ഹോം മെയ്ഡ് മയോണൈസാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണിച്ചു തരാം. കഴിവതും നിങ്ങൾ മയോണൈസ് ഹോം മെയ്ഡ് ഉണ്ടാക്കണം കേട്ടോ. പിന്നെ കുറച്ച് ഹണി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മഞ്ഞൾ വേണം. പിന്നെ സോൾട്ട് വേണം ആവശ്യത്തിന്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ സോൾട്ട്. ഇനിയിപ്പം നമുക്ക് അടുത്തായിട്ട് വേണ്ടത് വിനെഗർ. അതൊരു 1/2 ടീസ്പൂൺ ഇടാവുള്ളൂ, ഒരുപാട് ഓവർ ആവരുത്. ഈ മയോണൈസ് പിന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഞാൻ ഹോം മെയ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിവതും നിങ്ങൾ മയോണൈസ് ഹോം മെയ്ഡ് ഉണ്ടാക്കിയാൽ അത് ഏറ്റവും നല്ലതായിരിക്കും. ഞാൻ അതിൻ്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതാണ്. ഇനിയിപ്പം നമുക്ക് ഈ സോസുകളെല്ലാം ഒരുമിച്ചൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിപ്പോൾ റെഡ് ചില്ലി സോസാണ് ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് Sera'S സോസാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 tablespoon ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അത് കുറച്ച് സ്പൈസിയാണ്. സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് കൂടുതലിടാം. പിന്നെ നമുക്ക് ഹണി, ഇത് നല്ല ഹണിയാണ് കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഹണിയാണ്. ഹണി നമുക്ക് 2 ടീസ്പൂൺ ഇടാം. മധുരം, കാരണം ഇതൊക്കെ കുറച്ച് സ്പൈസി ആയിരിക്കില്ല. സോസ് അല്ല, എൻ്റെ ഹോട്ട് ചില്ലി സോസൊക്കെയാണ്. അപ്പോൾ കുറച്ച് സ്പൈസി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മഞ്ഞൾ ഇടുന്നെന്ന് വെച്ചാൽ കളറിനും. പിന്നെ നമ്മൾ പ്രോൺസ് ആണല്ലോ ഉണ്ടാക്കുന്നത്. മഞ്ഞളിട്ടാൽ പ്രോൺസിലുള്ള വിഷാംശങ്ങളൊക്കെ മാറ്റി തരും. പിന്നെ നമ്മൾ അവസാനമായിട്ട് കുറച്ച് വിനെഗർ, കുറച്ച് വിനെഗറേ ഞാൻ എടുത്തുള്ളൂ കേട്ടോ. കാരണം ഈ സോസിലെല്ലാം അപ്പിടി വിനെഗർ ഉണ്ട്. അത് കാരണം ഞാനൊരു 2 ഡ്രോപ്സ് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വിനെഗർ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കൂടുതലിടാം. പിന്നെ ഞാനെന്നും പറയുന്നത് സോൾട്ട്, അതും വളരെ കുറച്ച് ഇടാവുള്ളൂ, കൂടാൻ പാടില്ല. പിന്നെ എൻ്റെ ഹോം മെയ്ഡ് മയോണൈസ്, അത് ഭയങ്കര വ്യത്യാസം കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മയോണൈസ് നിങ്ങൾ കടയിൽ ഇത് വാങ്ങാൻ കിട്ടും. പല ബ്രാൻഡിലുണ്ട്. നല്ല ബ്രാൻഡ് വാങ്ങിച്ചാൽ അത്രയും കുഴപ്പമില്ല. ചില ബ്രാൻഡുകൾ ഭയങ്കര പൊളിയാണ്, എനിക്ക് അത്ര ഇഷ്ടമില്ല. നമ്മൾ ഈ പ്രത്യേകിച്ച് ഞാൻ ഈ ഡൈനമൈറ്റ് ഷ്രിംപ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കൂടുതലും അതിന് ഹോം മെയ്ഡ് മയോണൈസാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആ ഒരു നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആ സോസ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ ടെക്സ്ചറും എല്ലാം അങ്ങ് മാറും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മയോണൈസ് ഇട്ട് ഈ സോസ് ഉണ്ടാക്കുമ്പോൾ. അതിൻ്റെ കഴിവതും നിങ്ങൾ വീട്ടിലുണ്ടാക്കാൻ നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഈ മയോണൈസ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ സോസ് ഇതിനകത്ത് ഒഴിക്കാനുള്ള സോസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനുള്ള ഈ സോസിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മളെ മയോണൈസ് ഞാൻ വീട്ടിലുണ്ടാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾ നല്ല ബ്രാൻഡിലുള്ള മയോണൈസ് കടയിൽ നിന്ന് വാങ്ങിച്ചാലും ഒരു കുഴപ്പമില്ല. ഞാൻ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. മയോണൈസ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മയോണൈസ് ഇട്ടായിരുന്നു ഈ ഡൈനമൈറ്റ് ഷ്രിംപ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്.
പിന്നെ ഞാൻ ഈ എക്സാക്റ്റ് റെസിപ്പി തപ്പി പോയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു റെസിപ്പി കിട്ടിയത്. അപ്പം ഞാൻ ഓർത്തു വന്നാൽ വീട്ടിലുണ്ടാക്കുന്ന മയോണൈസ് ഇട്ടുണ്ടെന്ന് ഉണ്ടാക്കി നോക്കാം. അങ്ങനെ ചെയ്തു. അപ്പോഴാണ് എനിക്ക് ഒരു എക്സാക്റ്റ് ടേസ്റ്റ് എനിക്ക് കിട്ടിയത്. ഇതെന്തായാലും വളരെ സക്സസ്ഫുള്ളായി കിട്ടി എനിക്ക്. എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എൻ്റെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു ഡിഷാണിത്. അതുകൊണ്ടാണ് ഞാനിതൊന്നും മെനക്കെട്ടത്. നമ്മളെന്തായാലും നമ്മൾ ഏത് കുക്കിംഗ് ചെയ്താലും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു രുചിയും ഒക്കെ കിട്ടും, അത് ഉറപ്പാണ്. എന്തായാലും നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം. കാരണം ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്ന PF ചായയും പോയപ്പോഴായിരുന്നു. അപ്പം അന്ന് തൊട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലൊരെണ്ണം ഒന്ന് ഉണ്ടാക്കണമെന്ന്. എനിവേ, ഞാൻ ഈ അവസാനം എനിക്ക് ഒരു നല്ല റെസിപ്പി കിട്ടി. അങ്ങനെ ഞാൻ ചെയ്തു നോക്കി. അപ്പം എനിക്ക് അതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്തു. ഇനിയിപ്പം നമ്മൾ ഞാനൊരു ലെറ്റീസിൻ്റെ ലീഫിലാണ്, അതിനുള്ളിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ക്രീം ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഈ സോസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രോൺസിൽ ഇടാതെ തന്നെ നമ്മൾ സാലഡ്സ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ, അതിനകത്തൊക്കെ ഇട്ട് ആ സോസ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഡൈനമൈറ്റ് ഷ്രിംപ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കത് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നോക്കി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടും നല്ല ജ്യൂസി ആയിട്ടുണ്ട്, വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. ഡിഫറെൻറ്റ് സ്റ്റൈല് എല്ലാവരും ട്രൈ ചെയ്താൽ നല്ല അടിക്കും. ഇനിയിപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടറാണിത്. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ്. ബൈ.